ഇന്ന് നമുക്ക് RRB ALPക്ക് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, 2019 RRBക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ALPക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഡ്യൂറിംഗ് ഹൂസ് റെയിൻ ദ ചാർമിനാർ മോണുമെന്റ് ഓഫ് ഹൈദരാബാദ് വാസ് ബിൽറ്റ്. ആരുടെ ടൈം പീരീഡിലാണ് ഹൈദരാബാദിൽ ചാർമിനാർ ബിൽറ്റ് ചെയ്യുന്നത്? ഇതിൽ നിന്ന് ഡയറക്റ്റ്ലി ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ചാർമിനാർ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ഹൈദരാബാദിൽ. ഇങ്ങനെയും ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ചാർമിനാർ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈദരാബാദിലാണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ആരുടെ ടൈം പീരീഡിലാണ് ഇത് ബിൽറ്റ് ചെയ്യുന്നത്? ഇതിന് ആൻസർ ആരാണ്? മുഹമ്മദ് കുലി കുത്തബ് ഷാ. ഓക്കെ, ആരുടെ ടൈം പീരീഡിലാണ് ചാർമിനാർ ബിൽറ്റ് ചെയ്യപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ മുഹമ്മദ് കുലി കുത്തബ് ഷാ. ഓക്കെ, ചാർമിനാർ ഹൈദരാബാദിൽ ലൊക്കേറ്റ് ചെയ്യുന്നു. ഈ ആരുടെ ടൈം പീരീഡിലാണ് ബിൽറ്റ് ചെയ്യപ്പെടുന്നത് ചോദിച്ചാൽ ആൻസർ മുഹമ്മദ് കുലി കുത്തബ് ഷാ. ഓക്കെ, ദെൻ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ, നമ്മൾ എന്തിനു വേണ്ടിയിട്ട്, എന്തൊരു ഇവന്റ് കോമമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്ത് കാര്യം ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ചാർമിനാർ ബിൽറ്റ് ചെയ്യുന്നത്? പ്ലേഗ് ഇറാഡിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് കേട്ടോ പഠിക്കുക. പ്ലേഗ് ഇറാഡിക്കേഷൻ, പ്ലേഗ് ഇറാഡിക്കേഷൻ, പ്ലേഗ് ഇറാഡിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചാർമിനാർ ബിൽറ്റ് ചെയ്യുന്നത്. ഓക്കെ, ചാർമിനാർ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈദരാബാദിൽ. ഇനി ചാർമിനാർ ആരുടെ ടൈം പീരീഡിലാണ് ബിൽറ്റ് ചെയ്യപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദ് കുലി കുത്തബ് ഷാ. ചാർമിനാർ ബിൽറ്റ് ചെയ്യുന്നത് ടു കോമമറേറ്റ് ദ ഇറാഡിക്കേഷൻ ഓഫ് പ്ലേഗ്. ഇനി ചാർമിനാറിന്റെ ആർക്കിടെക്റ്റ് ആരാണെന്ന് ചോദിക്കാം. ഓക്കെ, ചാർമിനാറിന്റെ ആർക്കിടെക്റ്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട് ചെയ്തേക്കുക, മൊമീൻ അസ്റ്ററാബാദി. മൊമീൻ അസ്റ്ററാബാദി, മൊമീൻ അസ്റ്ററാബാദിയാണ് ചാർമിനാറിന്റെ ആർക്കിടെക്റ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം എന്തൊക്കെയാണ്? ചാർമിനാർ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈദരാബാദിൽ. ആരുടെ ടൈം പീരീഡിലാണ് ചാർമിനാർ ബിൽറ്റ് ചെയ്യപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദ് കുലി കുത്തബ് ഷാ. ചാർമിനാർ ബിൽറ്റ് ചെയ്യുന്നത് ടു കോമമറേറ്റ് ഇറാഡിക്കേഷൻ ഓഫ് പ്ലേഗ്. പ്ലേഗിന്റെ ഇറാഡിക്കേഷൻ കോമമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചാർമിനാർ ബിൽറ്റ് ചെയ്യുന്നത്. ഇനി ചാർമിനാറിന്റെ ആർക്കിടെക്റ്റ് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ മൊമീൻ അസ്റ്ററാബാദി. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ? സോ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കേ. ഡൽഹി ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ്. ഏത് റിവറിന് ബിസൈഡിലായിട്ടാണ് ഡൽഹി ലൊക്കേറ്റ് ചെയ്യുന്നത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ യമുന റിവറിന് ബിസൈഡിലാണ് കേട്ടോ. ഏത് റിവറിന് ബിസൈഡിലായിട്ടാണ് ഏത് റിവറിന് ബിസൈഡിലായിട്ടാണ് ഡൽഹി സിറ്റുവേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ യമുന. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി അറിഞ്ഞു വെച്ചോ, ഈ യമുന എന്ന് പറയുന്നത് ഗംഗാ റിവറിന്റെ ട്രിബ്യൂട്ടറിയാണ്. ഗംഗയുടെ ട്രിബ്യൂട്ടറിയാണ് എന്ത്? യമുന. യമുനയുടെ ട്രിബ്യൂട്ടറി, യമുന റിവറിന്റെ ട്രിബ്യൂട്ടറീസിൽ ഒന്നാണ് ചമ്പൽ. ഞാൻ കണക്ട് ചെയ്ത് പറയുന്ന ഓരോ പോയിന്റ്സും പല പല എക്സാമിന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസാ. ഓക്കെ, സോ ആ പോയിന്റ്സ് എല്ലാം എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പൊ ഡൽഹി സിറ്റുവേറ്റ് ചെയ്യുന്നത് ഗംഗയുടെ ട്രിബ്യൂട്ടറി ആയ യമുന റിവറിന്റെ ബിസൈഡിലാണ്. ഇനി യമുനയുടെ ട്രിബ്യൂട്ടറി ആണ് എന്ത്? ചമ്പൽ എന്ന് പറയുന്നത്. ചമ്പലിന്റെ ട്രിബ്യൂട്ടറി ആണ് ക്ഷിപ്ര റിവർ. ചമ്പലിന്റെ ട്രിബ്യൂട്ടറി ആണ് എന്ത്? ക്ഷിപ്ര റിവർ. ഇതിപ്പോൾ പറയാൻ കാരണം, ക്ഷിപ്ര റിവർ ഏത് സിറ്റിക്ക് ബിസൈഡിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഉജ്ജയിൻ. ഓക്കെ, ക്ഷിപ്ര റിവർ ഉജ്ജയിൻ സിറ്റിക്ക് ബിസൈഡിൽ, അല്ലെങ്കിൽ ഉജ്ജയിൻ സിറ്റിയുടെ അടുത്തൂടി ഫ്ലോ ചെയ്യുന്ന റിവർ ആണ് ഏതെന്ന് പറയുന്നത്? ക്ഷിപ്ര റിവർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഉജ്ജയിനിൽ എന്ത് ഹെൽഡ് ചെയ്യുന്നുണ്ട്? കുംഭമേള ഉജ്ജയിനിൽ ഹെൽഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നു. കുംഭമേള ശരിക്കും 4 ടൈപ്സ് ഉണ്ട്. കുംഭമേളയുണ്ട്, അർദ്ധകുംഭമേളയുണ്ട്, പൂർണ്ണ കുംഭമേളയുണ്ട്, മഹാകുംഭമേളയുണ്ട്. ഞാൻ തൽക്കാലം അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. കുംഭമേള, അർദ്ധകുംഭമേള, പൂർണ്ണ കുംഭമേള, മഹാകുംഭമേള. ഇപ്പൊ ഇത്രയും പഠിക്കുക. കുംഭമേള 3 years, once in 3 years, 3 വർഷം കൂടുമ്പോഴാണ് കുംഭമേള ഹെൽഡ് ചെയ്യുന്നത്. ഇനി ഏതൊക്കെ പ്ലേസസിൽ കുംഭമേള ഹെൽഡ് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ 4 പ്ലേസസിലാണ്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ HPNU എന്ന് ഓർത്തിരിക്കുക. എന്തോർത്തിരിക്കുക? HPNU. എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിദ്വാർ ആണ് കേട്ടോ.
എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിദ്വാർ. പി എന്ന് പറഞ്ഞാലോ, പി എന്ന് പറഞ്ഞാൽ പ്രയാഗ്രാജ് ആണ് കേട്ടോ. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയാഗ്രാജ്. എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാസിക്. യു എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഉജ്ജയിൻ. ഉജ്ജയിൻ. ഓക്കെ, അപ്പൊ കുംഭമേള 4 സ്ഥലങ്ങൾ 4 പ്ലേസസിലായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. നിങ്ങൾ ജസ്റ്റ് കോഡിങ്ങിന് ഓർത്ത് വെച്ചോ, HPNU. എച്ച് എന്ന് പറയുമ്പോൾ ഹരിദ്വാർ, പി എന്ന് പറയുമ്പോൾ പ്രയാഗ്രാജ്, എൻ എന്ന് പറയുമ്പോൾ നാസിക്, യു എന്ന് പറയുമ്പോഴോ ഉജ്ജയിൻ. ഇനി ഈ ഹരിദ്വാർ ലൊക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് റിവറിന് ബിസൈഡിലാണ് ഹരിദ്വാറിൽ കുംഭമേള ഹെൽഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗംഗാ റിവർ ആണ്. പ്രയാഗ്രാജോ, പ്രയാഗ്രാജില് ത്രിവേണി സംഗം. ത്രിവേണി സംഗം എന്ന് പറയുമ്പോൾ 3 റിവർ ഒരുമിച്ച് ചേരുന്ന പ്ലേസ്. ആ റിവർ ഏതൊക്കെയാ? ഗംഗ, യമുന, സരസ്വതി. ഗംഗാ റിവർ, യമുന റിവർ, സരസ്വതി റിവർ. ഇനി നാസിക്കിലാണെങ്കിലോ, നാസിക്കിനടുത്തൂടെ ഒഴുകുന്ന റിവർ ഏതാണത്? അത് ഗോദാവരി റിവർ ആണ്. ഉജ്ജയിൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഉജ്ജയിൻ അടുത്തൂടെ ഫ്ലോ ചെയ്യുന്ന റിവർ ഏതാണ്? അത് ക്ഷിപ്ര റിവർ ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോ ഉജ്ജയിനിലാണ് എന്ത് ഹെൽഡ് ചെയ്യുന്നത്? കുംഭമേള നടക്കുന്നത്. സോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി കണക്ട് ചെയ്ത് പറയാം. ഡൽഹി സിറ്റുവേറ്റ് ചെയ്യുന്നത് ഏത് റിവറിന് ബിസൈഡിലാണെന്ന് ചോദിച്ചാൽ യമുന റിവർ. കണക്ട് ചെയ്ത് ഓർക്കേണ്ട കാര്യം, യമുന റിവർ എന്ന് പറയുന്നത് ഗംഗാ റിവറിന്റെ ട്രിബ്യൂട്ടറി ആണ്. ഈ യമുനയുടെ ട്രിബ്യൂട്ടറി ആണ് ചമ്പൽ. ചമ്പൽ റിവറിന്റെ ട്രിബ്യൂട്ടറി ആണ് എന്തെന്ന് പറയുന്നത്? ക്ഷിപ്ര റിവർ എന്ന് പറയുന്നത്. ഓർത്തോളുക, ക്ഷിപ്ര റിവർ ഏത് സിറ്റിക്ക് ബിസൈഡിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഉജ്ജയിൻ. ഈ ഉജ്ജയിനിൽ എന്ത് ഹെൽഡ് ചെയ്യുന്നുണ്ട്? കുംഭമേള. വൺസ് ഇൻ 3 years, 3 years കൂടുമ്പോഴാണ് കുംഭമേള ഹെൽഡ് ചെയ്യുന്നത്. കുംഭമേള ഏതൊക്കെ സ്ഥലങ്ങളിൽ നടക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ HPNU, ഹരിദ്വാർ, പ്രയാഗ്രാജ്, നാസിക്, ഉജ്ജയിൻ. ഓക്കെ, ഹരിദ്വാറില് ഗംഗ, പ്രയാഗ്രാജ് ആകുമ്പോൾ ത്രിവേണി സംഗമം, ഗംഗ, യമുന, സരസ്വതി. നാസിക്കിലാവുമ്പോൾ ഏത് റിവർ? ഗോദാവരി. ദെൻ ഉജ്ജയിൻ ആകുമ്പോൾ ക്ഷിപ്ര റിവർ. ഞാൻ പറഞ്ഞു ഈ പറയുന്ന, അതായത് കണക്ട് ചെയ്ത് പറയുന്ന ഓരോ പോയിന്റ്സും നമ്മുടെ പല പല എക്സാമിന് ചോദിച്ചിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഞാൻ ഈ പറഞ്ഞ ഓരോ പോയിന്റ്സും എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ ചോദിക്കുക താഴെ പറയുന്നവയിൽ ഏത് പ്ലേസിലാണ് കുംഭമേള ഹെൽഡ് ചെയ്യാത്തത്. ഓക്കെ, സോ HPN എന്ന് പറയുന്ന കോഡിലൂടെ അതും പഠിച്ചു വെക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അതിനു മുന്നേ നമുക്കിപ്പോൾ കറന്റ് ദിശ അക്കാദമി ദിശ ഓൺലൈൻ ആപ്പ് വഴി RRB ALP ടെക്നീഷ്യന്റെ കോഴ്സ്, അതുപോലെ RRB RPF, RRB NTPCയുടെ റെക്കോർഡ് ക്ലാസ്സുകൾ, അതുപോലെ ഫൗണ്ടേഷൻ കോഴ്സസ്, SSC CGL 2024 ഇത്രയും കോഴ്സസ് അവൈലബിൾ ആണ്. സോ ഈ കോഴ്സസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. ഓക്കെ, ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. പ്ലസ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലോ അതിന്റെ റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. പ്ലസ് നിങ്ങളുടെ പഠിത്തത്തിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മെന്ററിംഗ് സെക്ഷൻസ് അവൈലബിൾ ആണ്. ഇത് കൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പേപ്പറും നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിക്കും. ഓക്കെ, ദെൻ ഒരു കാര്യം കൂടി, നമ്മൾ RPF 2024ന്റെ ബാച്ച് 23rd മാർച്ചിന് സ്റ്റാർട്ട് ചെയ്യുവാണ്. നിങ്ങൾക്ക് RPF 50 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ 3999 രൂപയ്ക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാം. കോഴ്സിന്റെ സ്പെഷ്യാലിറ്റി തൊട്ടു മുന്നേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും. ഇനി ഒരു പക്ഷേ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റെക്കോർഡഡ് ക്ലാസ്സുകൾ കാണാം. ലൈവ് ക്ലാസ് ആകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഫാക്കൽറ്റീസുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. ഓക്കെ, ദെൻ ഓൺലൈൻ മെന്ററിംഗ് സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങളെ ടോട്ടലി നിങ്ങളുടെ പഠിത്തത്തിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു മെന്റർ ഉണ്ടാവും. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ വർക്കൗട്ട് സെക്ഷൻ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ സെലിബ്രേറ്റ്സ് സാങ്ങായി ഫെസ്റ്റിവൽ ഇൻ നവംബർ എവരി ഇയർ? ഏത് സ്റ്റേറ്റിലാണ് സാങ്ങായി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. നമുക്ക് ഈ എക്സാം 2018 ALPയുടെ ലാസ്റ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ ഒരു ടൈമിലാണ് വിളിക്കുന്നത്.
പക്ഷെ ആ ഒരു ടൈം പീരീഡ് കൊണ്ട് തന്നെ ജി കെ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഈ ആർട്സ് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന ടോപ്പിക്കിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൂടിയിട്ടുണ്ട്. സോ ഇനി വരുന്ന എക്സാമിന് ജി കെ സെക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ഇതുപോലെ ആർട്സ് ആൻഡ് കൾച്ചേഴ്സ്, ഡാൻസേഴ്സ് ആൻഡ് അവാർഡ്സ്, ഡാൻസ് ഫോംസ്, ഈ ഒരു ഏരിയയിൽ നിന്ന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന് ആൻസർ നോക്കേ. സാങ്ങായി ഫെസ്റ്റിവൽ ഏത് സ്റ്റേറ്റിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? നമുക്ക് ക്വസ്റ്റിനകത്ത് പഠിക്കാൻ പറ്റുന്ന ഒരു ഫാക്ട് ഉണ്ട്. എന്താണെന്ന് മനസ്സിലായോ? സാങ്ങായി ഫെസ്റ്റിവൽ നവംബർ മാസമാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സാങ്ങായി ഫെസ്റ്റിവൽ ഏത് സ്റ്റേറ്റിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മണിപ്പൂരിലാണ് കേട്ടോ. സാങ്ങായി ഫെസ്റ്റിവൽ ഏത് സ്റ്റേറ്റിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു? മണിപ്പൂരിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു. ഏത് മന്താണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ നവംബർ മന്താണ്. ഇത് കൂടാതെ ഓർക്കേണ്ടത് യാവോഷാങ് ഫെസ്റ്റിവൽ കേട്ടോ. യാവോഷാങ് ഫെസ്റ്റിവലും എവിടെയാണ്? മണിപ്പൂരിലാണ്. യാവോഷാങ് ഫെസ്റ്റിവൽ എവിടെയാണ്? മണിപ്പൂരിലാണ്. ഇനി നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെ തന്നെ ചിലപ്പം ക്വസ്റ്റ്യൻ ചോദിക്കും, മണിപ്പൂരിന്റെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ഏതാണ്? മണിപ്പൂരിന്റെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ചെയ്റോബയാണ് കേട്ടോ. മണിപ്പൂരിന്റെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ചെയ്റോബ. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഒരു കുറച്ച് സ്റ്റേറ്റിനെ മാത്രം എക്സാമിന് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ന്യൂ ഇയർ ഫെസ്റ്റിവൽസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തേത് ഗുഡി പഡ്വ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയുടെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ആണ്. ഗുഡി പഡ്വ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയുടെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ആണ്. ലൊസൂങ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് സിക്കിമിന്റെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ആണ്. ന്യൂ ഇയർ ഫെസ്റ്റിവൽ ആണ്. ഗുഡി പഡ്വ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയുടെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ആണ്. ദെൻ അത് കൂടാതെ ഇനി ഓർക്കേണ്ട കാര്യം പുത്താണ്ടു എന്ന് പറയുന്നത് തമിഴ്നാടിന്റെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ആണ് കേട്ടോ. പുത്താണ്ടു എന്ന് പറയുന്നത് തമിഴ്നാടിന്റെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ആണ്. ഇനി സാർഹുൾ നോട്ട് എഴുതി പഠിക്കണേ. സാർഹുൾ ഫെസ്റ്റിവൽ ജാർഖണ്ഡ് ആണ് കേട്ടോ. സാർഹുൾ ഫെസ്റ്റിവൽ എവിടെയാണ്? ജാർഖണ്ഡിലാണ്. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അങ്ങ് പഠിക്കാം. ഓക്കെ, സാങ്ങായി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് മണിപ്പൂരാണ്. മണിപ്പൂരിൽ നവംബർ മന്തിലാണ് സാങ്ങായി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അത് കൂടാതെ ഓർക്കേണ്ടത് ചെയ്റോബ എന്ന് പറയുന്നത് മണിപ്പൂരിന്റെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ആണ്. യാവോഷാങ് ഫെസ്റ്റിവലും സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണിപ്പൂരാണ്. ഗുഡി പഡ്വ മഹാരാഷ്ട്ര, ലൊസോങ് സിക്കിം, പുത്താണ്ടു എന്ന് പറയുന്നത് തമിഴ്നാട് ന്യൂ ഇയർ ഫെസ്റ്റിവൽ ആണ്. സാർഹുൾ എന്ന് പറയുന്നതോ ജാർഖണ്ഡ്. ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാരണം നമുക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് എക്സാമിന് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു മാർക്കെങ്കിലും ഒരാളെക്കാട്ടിൽ നമുക്ക് എക്സ്ട്രാ വാങ്ങിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ശരിക്കും റാങ്ക് മേക്കിംഗ് അല്ലേ? ഡെഫിനറ്റ്ലി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. കാമ്പല ഫെസ്റ്റിവൽ ഓഫ് കർണാടക ഈസ് എസെൻഷ്യലി അസോസിയേറ്റഡ് വിത്ത്. അപ്പൊ ഡയറക്റ്റ്ലി ഈ ക്വസ്റ്റ്യനകത്തുള്ള ഒരു ഫാക്ട് എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. കാമ്പല ഫെസ്റ്റിവൽ എവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്? അതുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ടോ? എപ്പോഴും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഫാക്ട് ഉണ്ടെങ്കിൽ ആ ഫാക്ട് നോക്കി വെക്കുക, അത് പഠിക്കുക. ക്വസ്റ്റ്യനിലുള്ള ഫാക്ട് പഠിച്ചിട്ട് വേണം ആ ക്വസ്റ്റ്യന്റെ ആൻസറിലോട്ട് വരാം. ക്വസ്റ്റ്യൻ ആൻസർ അങ്ങനെ ഒരിക്കലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബൈഹേർട്ട് ചെയ്യരുത്. എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യനിലുള്ള ഫാക്റ്റുകൾ പഠിക്കുക, അതിനുശേഷം ആൻസർ നോക്കുക, ആൻസർ പഠിക്കുക, ദെൻ വിത്ത് അതിന് എക്സ്പ്ലനേഷൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് വായിച്ച് നോക്കുക, അതിനകത്ത് മെയിനായിട്ട് വരുന്ന പോയിന്റ്സ് കൂടി പഠിക്കുക. ഈ ഒരു രീതിയിൽ നമ്മൾ പഠിച്ചാൽ നല്ലൊരു മാർക്ക്, അത് ജി കെ സബ്ജക്റ്റ് ആയിക്കോട്ടെ സയൻസ് സബ്ജക്റ്റ് ആയിക്കോട്ടെ, നല്ലൊരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, കാമ്പല ഫെസ്റ്റിവൽ കർണാടകയാണ്. ഇത് എന്ത് ടൈപ്പ് ഓഫ് ഫെസ്റ്റിവൽ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഫല്ലോ റേസ് ആണ് കേട്ടോ. കാമ്പല ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ എന്താണ്? ബഫല്ലോ റേസ് ആണ്. ഓർക്കുക, കർണാടകയിലും ചോദിച്ചിട്ടുള്ള കുറച്ച് ഫെസ്റ്റിവൽസ് ഞാൻ പറഞ്ഞുതരാം. കരാഗ ഫെസ്റ്റിവൽ കേട്ടോ. കരാഗ ഫെസ്റ്റിവൽ എവിടെയാണ്? കർണാടകയാണ്. കാമ്പല ഫെസ്റ്റിവൽ കർണാടകയാണ്. കരാഗ ഫെസ്റ്റിവലോ? കരാഗ ഫെസ്റ്റിവൽ കർണാടകയാണ്. കാമ്പല ഫെസ്റ്റിവൽ കർണാടക, കരാഗ ഫെസ്റ്റിവൽ കർണാടക. കെയിൽപോത് ഫെസ്റ്റിവൽ എവിടെയാണ്? കർണാടക. കരാഗ ഫെസ്റ്റിവൽ, കാമ്പല ഫെസ്റ്റിവൽ, കെയിൽപോത് ഫെസ്റ്റിവൽ, ദെൻ
ഹംപി ഡാൻസ് ഫെസ്റ്റിവൽ കേട്ടോ. ഹംപി ഡാൻസ് ഫെസ്റ്റിവൽ, പട്ടടക്കൽ ഡാൻസ് ഫെസ്റ്റിവൽ. ഹംപി ഡാൻസ് ഫെസ്റ്റിവൽ, പട്ടടക്കൽ ഡാൻസ് ഫെസ്റ്റിവൽ. സോ ഇത്രയും എവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? കർണാടകയിലാണ്. കാമ്പല ഫെസ്റ്റിവൽ കർണാടക, ബഫല്ലോ റേസ് ആണ്. കരാക ഫെസ്റ്റിവൽ കർണാടക, കേൽപോത് കർണാടക. ദെൻ ഹംപി ഡാൻസ് ഫെസ്റ്റിവൽ കർണാടക, പട്ടടക്കൽ ഡാൻസ് ഫെസ്റ്റിവലും എവിടെയാണ്? കർണാടകയിലാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the following is a folk dance of ഹിമാചൽ പ്രദേശ്? താഴെ പറയുന്നവയിൽ ഹിമാചൽ പ്രദേശിലെ ഫോക്ക് ഡാൻസ് ഏതാണ്? ഫോക്ക് ഡാൻസ് ഓഫ് ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിലെ ഫോക്ക് ഡാൻസ് നാട്യാണ് കേട്ടോ. നാട്യ എന്ന് പറയുന്നത് എവിടുത്തെ ഫോക്ക് ഡാൻസ് ആണ്? ഹിമാചൽ പ്രദേശിന്റെ ഫോക്ക് ഡാൻസ് ആണ് നാട്യ എന്ന് പറയുന്നത്. ലസിം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലസിം മഹാരാഷ്ട്ര. ലസിം മഹാരാഷ്ട്ര. ഗിദ്ദ ഫോക്ക് ഡാൻസ് എന്ന് പറയുന്നത് ഗിദ്ദ പഞ്ചാബ്. ബാഗുറുംബ ആസാം. ഇതെല്ലാം പല പല എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇവിടെ നമുക്ക് ചോദിച്ചത് താഴെ പറയുന്നതിൽ ഹിമാചൽ പ്രദേശിൽ ഏതാണെന്നാണ്. സോ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് ഒന്നെങ്കിൽ ഹിമാചൽ പ്രദേശിൽ നാട്ടിൽ ഉണ്ട് നമ്മൾ അറിയണം, ഇല്ലെങ്കിൽ ബാക്കിയുള്ളതിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റണം. ഞാൻ വീണ്ടും പറയുന്നു, പല പല എക്സാമിന് ഈ ബാക്കി 3 ഡാൻസ് ഫോമും ചോദിച്ചിട്ടുണ്ട്. ലസിം മഹാരാഷ്ട്രയാണ്, ഗിദ്ദ പഞ്ചാബാണ്, ബാഗുറുംബ ആസാമാണ്, നാട്യോ ഹിമാചൽ പ്രദേശ്. ലസിം മഹാരാഷ്ട്ര, ഗിദ്ദ പഞ്ചാബ്, ബാഗുറുംബ ആസാം, നാട്ടി എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which of the following plays has recently written the autobiographical book Ace Against Odds? Ace Against Odds എന്നുള്ളത് ആരുടെ ഓട്ടോബയോഗ്രഫി ആണ്? അതാണ് ക്വസ്റ്റ്യൻ. Ace Against Odds എന്നുള്ളത് ആരുടെ ഓട്ടോബയോഗ്രഫി ആണ്? സാനിയ മിർസയുടെ ഓട്ടോബയോഗ്രഫി ആണെന്ത്? Ace Against Odds എന്നുള്ളത് കേട്ടോ. Ace Against Odds എന്നുള്ളത് ആരുടെ ഓട്ടോബയോഗ്രഫിയാണ്? സാനിയ മിർസയുടെ ഓട്ടോബയോഗ്രഫിയാണ്. അങ്ങനെയാണെങ്കിൽ സൈന നെഹ്വാളിന്റെ ഓട്ടോബയോഗ്രഫി എന്താ? പ്ലേയിങ് ടു വിൻ എന്നാണ് കേട്ടോ. സൈന നെഹ്വാളിന്റെ ഓട്ടോബയോഗ്രഫി പ്ലേയിങ് ടു വിൻ. സൈന നെഹ്വാളിന്റെ ഓട്ടോബയോഗ്രഫി എന്താണ്? പ്ലേയിങ് ടു വിൻ എന്നാണ് സൈന നെഹ്വാളിന്റെ ഓട്ടോബയോഗ്രഫി. അനിൽ കുംബ്ലെയുടെ ഓട്ടോബയോഗ്രഫി വൈഡ് ആംഗിൾ. വൈഡ് ആംഗിൾ എന്നുള്ളതാണ് അനിൽ കുംബ്ലെയുടെ ഓട്ടോബയോഗ്രഫി. ഇനി യുവരാജ് സിംഗിനെ നിങ്ങൾക്ക് അറിയാം. ടെസ്റ്റ് ഓഫ് മൈ ലൈഫ്, ടെസ്റ്റ് ഓഫ് മൈ ലൈഫ് ഫ്രം ക്രിക്കറ്റ് ടു ക്യാൻസർ ആൻഡ് ബാക്ക്. ടെസ്റ്റ് ഓഫ് മൈ ലൈഫ് ഫ്രം ക്രിക്കറ്റ് ടു ക്യാൻസർ ആൻഡ് ബാക്ക്. സോ പറഞ്ഞ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്തേക്ക. സൈന നെഹ്വാളിന്റെ ബുക്കാണ് പ്ലേയിങ് ടു വിൻ. പ്ലേയിങ് ടു വിൻ. അനിൽ കുംബ്ലെയുടെ വൈഡ് ആംഗിൾ. യുവരാജ് സിംഗിന്റെ ടെസ്റ്റ് ഓഫ് മൈ ലൈഫ് ഫ്രം ക്രിക്കറ്റ് ടു ക്യാൻസർ ആൻഡ് ബാക്ക്. ദെൻ സാനിയ മിർസയുടേതാണ് ഏസ് എഗെയിൻസ്റ്റ് ഓഡ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ഈസ് റിലേറ്റഡ് ടു വിച്ച് ഫീൽഡ്? ഏത് ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്താണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്? സിനിമ ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്ത അവാർഡാണ് ഇത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. സിനിമ ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്ത അവാർഡാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വർഷം 1969 നമ്മുടെ ISRO ഫോം ചെയ്യുന്ന വർഷം എന്ന് തന്നെയാണ് 1969 തന്നെയാണ്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 1969 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് സിനിമ ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. പിന്നെ പഠിക്കേണ്ട കാര്യം, ഈ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ഇത് ആദ്യമായിട്ട് ലഭിക്കുന്നത് ദേവിക റാണി. ഇവിടെതാണ് നിങ്ങൾ നോക്കുമ്പോൾ അത് വേറൊരു എക്സാമിന്റെ RRB NTPC എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് RRB ALPക്ക് ചോദിക്കുമോ? ഒരു സംശയം വരുന്നുണ്ടല്ലോ. ഈ ക്വസ്റ്റ്യൻ നോക്കേ, RRB JEക്ക് ചോദിച്ചു, RRB ALPക്ക് ചോദിച്ചു, RRB NTPCക്ക് ചോദിച്ചു. ഓക്കെ, പഠിക്കുന്ന സമയത്ത് RRB ALP ക്വസ്റ്റ്യൻസ് മാത്രം പഠിക്കാതെ
നമുക്ക് RRBക്ക് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുക, ഷഫിൾ ചെയ്തൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. കാരണം എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, ഇതിൽ നിന്ന് ക്ലിയർ ആണ്. സെയിം ക്വസ്റ്റ്യൻ തന്നെ RRB ജെയ്ക്ക് ചോദിച്ചു, RRB LPക്ക് ചോദിച്ചു, RRB NTPCക്ക് ചോദിച്ചു. ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പീറ്റഡ് ആണ്. ഓക്കെ, അടുത്തത് ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ്. എന്താണ് അവാർഡ്? ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് ഈസ് ഗിവൺ ഫോർ ഔട്ട്സ്റ്റാൻഡിംഗ് അച്ചീവ്മെന്റ് ഇൻ വിച്ച് ഫീൽഡ്? ഏത് ഫീൽഡിലെ ഔട്ട്സ്റ്റാൻഡിംഗ് അച്ചീവ്മെന്റിനാണ് ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് നൽകുന്നത്? ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് ഏത് ഫീൽഡിന്റെ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസിനാണ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് അച്ചീവ്മെന്റിനാണ് ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് നൽകുന്നത്? ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് സയൻസ് ആൻഡ് ടെക്നോളജി ആണ് കേട്ടോ. സയൻസ് ആൻഡ് ടെക്നോളജി ഫീൽഡിലാണ് ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ്. ഓക്കെ, സയൻസ് ആൻഡ് ടെക്നോളജി ഫീൽഡിലാണ് ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് നൽകുന്നത്. നോട്ട് ചെയ്ത് വെച്ചോണേ. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ ഓൺലി US president who has also served as the Chief Justice of US Supreme Court. ഓക്കെ, US പ്രസിഡന്റ് ആയിരുന്നു, US സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസും ആയിരുന്നു. ആളാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വില്യം ഹോവാർഡ് ടാഫ്റ്റ്. ആളാരാണ്? വില്യം ഹോവാർഡ് ടാഫ്റ്റ്. Who is the only Indian economist to win the Nobel Prize? നോബൽ പ്രൈസ് വിൻ ചെയ്യുന്ന ഓൺലി ഇന്ത്യൻ എക്കണോമിസ്റ്റ് അമർത്യ സെൻ ആണ് കേട്ടോ. അമർത്യ സെൻ ആണ് ആൻസർ. അമർത്യ സെൻ. അമർത്യ സെന്നിന് നോബൽ പ്രൈസ് ലഭിക്കുന്ന വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1998 ഓക്കെ, 1998 ആർക്ക്? അമർത്യ സെന്നിന് നോബൽ പ്രൈസ് ലഭിക്കുന്നത്. ഓക്കെ, മൃണാളിനി സാരാഭായ് വാസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർട്ട്? മൃണാളിനി സാരാഭായ് ഇല്ലേ, മൃണാളിനി സാരാഭായ് ഏത് ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഭരതനാട്യമാണ് കേട്ടോ. മൃണാളിനി സാരാഭായ് ഭരതനാട്യം ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഇനി ഭരതനാട്യം പ്ലസ് കഥകളി ഉണ്ട് കേട്ടോ, രണ്ടും കൂടി ഓർത്തോളുക. ഭരതനാട്യവും കഥകളിയും. വിക്രം സാരാഭായിയുടെ വൈഫാണ് ആര്? മൃണാളിനി സാരാഭായ്. ഏതൊക്കെ ഡാൻസ് പെർഫോം ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഭരതനാട്യം പ്ലസ് കഥകളി ഓർക്കുക. ഇനി വിക്രം സാരാഭായിയുടെ മകളാണ് മല്ലിക സാരാഭായ്. അതും ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ടേ. മല്ലിക സാരാഭായ്. മല്ലിക സാരാഭായ് ഏതൊക്കെ ഡാൻസ് ആണ് പെർഫോം ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ഭരതനാട്യവും കുച്ചിപ്പുടിയാണ് കേട്ടോ. ഭരതനാട്യം ആൻഡ് കുച്ചിപ്പുടി. ഓക്കെ, ഇനി ഫേമസ് ആയിട്ട് ഉള്ള ഭരതനാട്യം ഡാൻസേഴ്സ്, എക്സാം എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഭരതനാട്യം ഡാൻസേഴ്സിനെ പറ്റി പറഞ്ഞുതരാം. യാമിനി കൃഷ്ണമൂർത്തി കേട്ടോ. യാമിനി കൃഷ്ണമൂർത്തി. യാമിനി കൃഷ്ണമൂർത്തിയും ഭരതനാട്യം ആൻഡ് കുച്ചിപ്പുടിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. യാമിനി കൃഷ്ണമൂർത്തിയും ഭരതനാട്യം ആൻഡ് കുച്ചിപ്പുടിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. തിരുമല തിരുപ്പതി ദേവസ്ഥാനം ടെമ്പിൾ ആസ്ഥാന നർത്തകി അല്ലെങ്കിൽ റെസിഡന്റ് ഡാൻസർ. റെസിഡന്റ് ഡാൻസർ എന്ന് പറയുന്ന ടൈറ്റിൽ അഡോപ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് തിരുമല തിരുപ്പതി ദേവസ്ഥാനം ടെമ്പിൾ റെസിഡന്റ് ഡാൻസർ എന്ന ടൈറ്റിൽ അഡോപ്റ്റ് ചെയ്ത് നൽകുന്നത് യാമിനി കൃഷ്ണമൂർത്തിക്കാണ്. യാമിനി കൃഷ്ണമൂർത്തി ഏത് ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരതനാട്യം ആൻഡ് കുച്ചിപ്പുടി. കഴിഞ്ഞില്ല. തഞ്ചോർ ബാലസരസ്വതി ഭരതനാട്യം ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, തഞ്ചോർ ബാലസരസ്വതി ഭരതനാട്യം ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. തഞ്ചോർ ബാലസരസ്വതി ഭരതനാട്യം ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഒരാളുടെ പേരുകൂടി ഓർക്കുക, പത്മ സുബ്രഹ്മണ്യം. ഓക്കെ, പത്മ സുബ്രഹ്മണ്യം. പത്മ സുബ്രഹ്മണ്യവും ഏത് ഡാൻസ് ആണ്? ഭരതനാട്യം ഡാൻസ് ആണ്.
ഇത്രയും കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ടോട്ടലി ഒരു കൺഫ്യൂഷൻ ആയി കാണും. ഞാൻ ഒന്നുകൂടി പറയുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, മൃണാളിനി സാരാഭായ്. മൃണാളിനി സാരാഭായ് ഏത് ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഭരതനാട്യവും അതുപോലെ കഥകളി. മല്ലിക സാരാഭായ് ഭരതനാട്യവും കുച്ചിപ്പുടി. തഞ്ചോർ ബാലസരസ്വതി ഭരതനാട്യം കുച്ചിപ്പുടി. തിരുമല തിരുപ്പതി ദേവസ്ഥാനം ടെമ്പിൾ ആസ്ഥാന നർത്തകി അല്ലെങ്കിൽ റെസിഡന്റ് ഡാൻസ് എന്ന് പറയുന്ന ടൈറ്റിൽ അഡോപ്റ്റ് ചെയ്ത് നൽകുന്നത് യാമിനി കൃഷ്ണമൂർത്തിക്കാണ്. തഞ്ചോർ ബാലസരസ്വതി ഭരതനാട്യം. പത്മ സുബ്രഹ്മണ്യവും ഭരതനാട്യം ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഈസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ് ഇൻസ്ട്രുമെന്റ് ടു ദ ആർട്ടിസ്റ്റ്? ഇതും ഇപ്പോഴും റീസെന്റ് ട്രെൻഡ് ആണ് കേട്ടോ. ട്രെൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ഇൻസ്ട്രുമെന്റും അത് മെയിനായിട്ട് വായിക്കുന്നവരുടെ പേരും. ഇതിനകത്ത് ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള പെയർ? 4 ഓപ്ഷൻസ് ഉണ്ട്. പക്കവാജ് പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ, സിത്താർ പണ്ഡിറ്റ് രവിശങ്കർ, സരോദ് അംജദ് അലി ഖാൻ, തബല കിഷാൻ മഹാരാജ്. കിഷൻ മഹാരാജും അംജദ് അലി ഖാനും പണ്ഡിറ്റ് രവിശങ്കറും കറക്റ്റ് ആണ്. പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ എന്ന് പറയുമ്പോൾ സന്തൂർ പ്ലെയർ ആണ് കേട്ടോ. പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ സന്തൂർ പ്ലെയർ ആണ്, പക്കവാജ് അല്ല. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി ഓർക്കുക. ഇവിടെ പണ്ഡിറ്റ് രവിശങ്കർ സിത്താർ ആണെന്ന് പറഞ്ഞല്ലോ. ഈ പണ്ഡിറ്റ് രവിശങ്കർ അതുമായിട്ട് റിലേറ്റ് ചെയ്ത 2 കാര്യങ്ങൾ പറയാൻ പോവാ. ഉസ്താദ് അലാവുദ്ദീൻ ഖാൻ. ആരാണ്? ഉസ്താദ് അലാവുദ്ദീൻ ഖാൻ. ഉസ്താദ് അലാവുദ്ദീൻ ഖാൻ സരോദ് പ്ലെയർ ആണ് കേട്ടോ. ഉസ്താദ് അലാവുദ്ദീൻ ഖാൻ സരോദ് പ്ലെയർ ആണ്. ഉസ്താദ് അലാവുദ്ദീൻ ഖാന്റെ സണ്ണാണ് അലി അക്ബർ ഖാൻ. ഉസ്താദ് അലാവുദ്ദീൻ ഖാന്റെ സണ്ണാണ് ആര്? അലി അക്ബർ ഖാൻ. അലി അക്ബർ ഖാനും എന്ത് പ്ലെയർ തന്നെയാണ്? സരോദ് പ്ലെയർ തന്നെയാണ്. ഓക്കെ, ഉസ്താദ് അലാവുദ്ദീൻ ഖാൻ, ഉസ്താദ് അലാവുദ്ദീൻ ഖാന്റെ സണ്ണാണ് അലി അക്ബർ ഖാൻ. അപ്പോൾ ഇയാളും എന്ത് പ്ലെയർ തന്നെയാണ്? സരോദ് പ്ലെയർ തന്നെയാണ്. ഉസ്താദ് അലാവുദ്ദീൻ ഖാന്റെ സണ്ണില്ലോയാണ് ആര്? പണ്ഡിറ്റ് രവിശങ്കർ. അയാൾ പക്ഷെ എന്ത് പ്ലെയർ ആണ്? സിത്താർ പ്ലെയർ ആണ്. ഇതുപോലെ തന്നെ റിലേഷൻ വെച്ചിട്ട് ചോദിക്കുന്ന വേറെ 2 ആൾക്കാരാണ് ഉസ്താദ് അല്ലാരഗ. ഉസ്താദ് അല്ലാരഗ തബ്ല പ്ലെയർ ആണ്. ഉസ്താദ് അല്ലാരഗയുടെ മകനാണ് സക്കീർ ഹുസൈൻ. സക്കീർ ഹുസൈൻ. സക്കീർ ഹുസൈനും തബല പ്ലെയർ ആണ്. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടേ. ഉസ്താദ് അല്ലാരഗയുടെ മകനാണ് സക്കീർ ഹുസൈൻ. സക്കീർ ഹുസൈനും എന്ത് പ്ലെയർ ആണ്? തബല പ്ലെയർ ആണ്. സരോദ് പ്ലെയർ തന്നെയാണ് അംജദ് അലി ഖാനും. തബല കിഷൻ മഹാരാജ്. തബല കിഷൻ മഹാരാജ് കൂടാതെ പഠിക്കുന്നതാണ് ആരൊക്കെയാണ്? ഉസ്താദ് അല്ലാരഗയും ഉസ്താദ് അല്ലാരഗയുടെ മകനായിട്ടുള്ള സക്കീർ ഹുസൈൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. കലംകാരി പെയിന്റിംഗ് ഒറിജിനേറ്റഡ്. കലംകാരി പെയിന്റിംഗ് ഏത് സ്റ്റേറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ആന്ധ്രാപ്രദേശ് ആണ് കേട്ടോ. കലംകാരി പെയിന്റിംഗ് ഏത് സ്റ്റേറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എവിടെയാണ്? ആന്ധ്രാപ്രദേശ് ആണ്. ഇതുപോലെ തന്നെ ചോദിക്കുന്ന കുറച്ച് പെയിന്റിങ്സ് ഞാൻ പറഞ്ഞുതരാം. ചിക്കൻകാരി പെയിന്റിംഗ് എവിടെയാണെന്ന് ചോദിക്കും. ചിക്കൻകാരി പെയിന്റിംഗ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലക്നൌവിലാണ്. ചിക്കൻകാരി പെയിന്റിംഗ് എവിടെയാണ്? ചിക്കൻകാരി പെയിന്റിംഗ് ലക്നൌവിലാണ്. ദെൻ ഫാഡ് പെയിന്റിംഗ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാഡ് പെയിന്റിംഗ് രാജസ്ഥാനാണ്. ഫുൽക്കാരി പെയിന്റിംഗ് പഞ്ചാബ്. ദെൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന മധുബനി പെയിന്റിംഗ്. മധുബനി പെയിന്റിംഗ് ബീഹാർ ആണ്. പാട്ടചിത്ര പെയിന്റിംഗ് ഒഡീഷയിലാണ്. ഇതെല്ലാം പല എക്സാമിന് RRBയുടെ തന്നെ പല എക്സാമിന് ചോദിച്ചിട്ടുള്ള പെയിന്റിംഗ് ആണ്. പാട്ടചിത്ര പെയിന്റിംഗ് ഒഡീഷയിലാണ്. വാർലി പെയിന്റിംഗ് മഹാരാഷ്ട്ര. വാർലി പെയിന്റിംഗ് മഹാരാഷ്ട്ര. ക്വസ്റ്റ്യൻ ഇതായിരുന്നു. കലംകാരി പെയിന്റിംഗ് ഏത് സ്റ്റേറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ആന്ധ്രാപ്രദേശ്. ചിക്കൻകാരി പെയിന്റിംഗ് ആണെങ്കിൽ ലക്നൗ. ഫാഡ് പെയിന്റിംഗ് ആണെങ്കിൽ രാജസ്ഥാൻ. ഫുൽക്കാരി പെയിന്റിംഗ് ആണെങ്കിൽ പഞ്ചാബ്. മധുബനി പെയിന്റിംഗ് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തതാണ്. മധുബനി പെയിന്റിംഗ് ബീഹാർ ആണ്.
പാട്ടചിത്ര പെയിന്റിങ് ഒഡീഷ, വാർലി പെയിന്റിങ്ങോ മഹാരാഷ്ട്ര. ഓക്കെ, ചിക്കൻകാരി പെയിന്റിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ ലക്നൗ, ഫാഡ് പെയിന്റിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ രാജസ്ഥാൻ, ഫുൽക്കാരി പെയിന്റിംഗ് പഞ്ചാബ്, മധുബനി പെയിന്റിംഗ് ബീഹാർ, പാട്ടചിത്ര പെയിന്റിംഗ് ഒഡീഷ, വാർലി പെയിന്റിംഗ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാരാഷ്ട്ര. നോട്ട് ചെയ്ത് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഓക്കെ, ഓക്കെ. അപ്പം ALP യുടെ എക്സാമിന് വേണ്ടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും നമ്മൾ. ബാക്കി ക്വസ്റ്റ്യൻസ് ഇനി വരുന്ന ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.